പിനാക്കിയോ. പണ്ടൊരിക്കൽ ജിപ്പാറ്റോ എന്ന പേരുള്ള വയസ്സായ കളിപ്പാട്ടക്കാരനുണ്ടായിരുന്നു. ജോലി ചെയ്യുമ്പോൾ അയാൾ വളരെ സന്തോഷവാനായിരുന്നു. പക്ഷേ ജോലി ചെയ്യാത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു സങ്കടമുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിലെ ഒറ്റൊരു കൊച്ചുങ്ങളിലായി എന്റെ പേര് പറയാൻ. ഒരു ദിവസം ജിപ്പാറ്റോ തടിയിൽ ആൺകുട്ടിയുടെ രൂപത്തിലുള്ള ഒരു മരപ്പാവ ഉണ്ടാക്കി. അവനെ അലമാരയിൽ വെക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിന്നെ പിനാക്കിയോനാണ് വിളിക്കാൻ പോകുന്നത്. ആ രാത്രി ജനാലയ്ക്ക് പുറത്ത് ഒരു വലിയ നക്ഷത്രം മിന്നിത്തിളങ്ങി. ജനാലയിലൂടെ തിളങ്ങുന്ന നക്ഷത്രത്തെ നോക്കി ജിപ്പാറ്റോ ആഗ്രഹിച്ചു. അസാധ്യമായ ഒന്ന്. എന്റെ ജീവിതത്തിലെ ഒറ്റൊരാശ, അത് എന്തെന്ന് വെച്ചാ എനിക്കെന്നും ഒരു ആൺകുട്ടി വേണം. ആ രാത്രി അതേ വലിയ നക്ഷത്രം ജിപ്പാറ്റോയുടെ റൂമിലേക്ക് നേരെ കടന്നു വന്നു. അതൊരു നീലമാലാഖയായി മാറി. ആ നീലമാലാഖ കട്ടിലിന്റെ മുകളിലൂടെ പറന്ന് ഉറങ്ങിക്കിടന്ന ജിപ്പാറ്റോയോട് പറഞ്ഞു, നല്ലവനായ ജിപ്പാറ്റോ, നീ നല്ല ക്ലോക്കുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി മറ്റുള്ളവരെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് നിന്റെ ആഗ്രഹം സാധിച്ചു തരിക എന്നുള്ളത് എൻ്റെ കടമയാണ്. പിനാക്കിയോയുടെ നേരെ തിരിഞ്ഞിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, ഈ മരപ്പാവേ, ഇനി നിനക്ക് മനുഷ്യക്കുട്ടിയെപ്പോലെ സംസാരിക്കാനും നടക്കാനും ഒക്കെ പറ്റും. അവൾ ആ മരപ്പാവയെ മാന്ത്രിക വടി കൊണ്ടൊന്ന് തൊട്ടു. എന്നെങ്കിലും ഒരിക്കൽ നീ സത്യസന്ധനും ബുദ്ധിശാലിയുമാണെന്ന് തെളിയിച്ചാൽ അന്ന് നിനക്ക് ശരിക്കുള്ള ബാലകനാകാൻ പറ്റും. പിനാക്കിയോ കണ്ണു തുറന്നു. വീണ്ടും വടി വീശിയപ്പോൾ ഒരു ചീവീട് പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് ജെമിനി ചീവീട്. ഇവൻ നിനക്ക് വഴികാട്ടിയാകും. ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഇവൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. എന്നിട്ട് ആ നീലമാലാഖ അവിടുന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി. പിറ്റേന്ന് രാവിലെ ജിപ്പാറ്റോ എഴുന്നേച്ചിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ട് അലമാരിയിൽ നിന്ന് പിനാക്കിയോ എടുക്കാൻ പോകുന്നു. കടശിയായിട്ടിരിക്കുന്ന ജോലി ചെയ്യണം. പക്ഷേ അലമാര ശൂന്യമായിരുന്നു. ജിപ്പാറ്റോ അസ്വസ്ഥനായി. എന്നിട്ട് വീട് മുഴുവൻ തിരയാൻ തുടങ്ങി. പെട്ടെന്ന് മുറിയുടെ ഒരു ഭാഗത്തു നിന്നും ഒരു ശബ്ദം കേട്ടു. അച്ഛാ, ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. എന്തിന്? നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? ഞാനാണ് പിനാക്കിയോ, നിങ്ങളെ മോയ്. എങ്ങനെ ഇത് സാധ്യമാവും? അയാൾ അവിടേക്ക് ഓടിപ്പോയി ആ മരപ്പാവയെ തന്റെ കയ്യിലെടുത്തു. പിനാക്കിയോ, എന്റെ കൊച്ചേ. അയാൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. ഒരു ദിവസം കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് പിനാക്കിയോ കണ്ടു. എന്നിട്ട് അവൻ ജിപ്പാറ്റോയോട് പറഞ്ഞു, ഞാൻ മറ്റേ കൊച്ചുങ്ങൾ പോലെ സ്കൂളിൽ പോണം. കുറെ സമയം കഴിഞ്ഞ് ജിപ്പാറ്റോ പുസ്തകങ്ങളുമായി വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇപ്പൊ നീ സ്കൂളിൽ പോവാം. പിറ്റേന്ന് രാവിലെ പിനാക്കിയോ ജിപ്പാറ്റോയോട് യാത്ര പറഞ്ഞിറങ്ങി. അവൻ മൂളിപ്പാട്ടും പാടി സ്കൂളിലേക്കുള്ള വഴിയിലൂടെ പോയി. അവന്റെ തോളിലിരുന്ന ചീവീടും സന്തോഷത്തിലായിരുന്നു. അവർ പോകുന്ന വഴിയിൽ സൂത്രശാലിയായ കുറുക്കനും പൂച്ചയും ഉണ്ടായിരുന്നു. ഈ അഴകാട കൊച്ചി എവിടെയാണ് പോണത്? ഈ അഴകാട നല്ല ദിവസത്ത് ഞാൻ സ്കൂളിൽ പോവന്നു. നീ ഞങ്ങളെ കൂടെ വരണമാ, നടക്കണ മേലാക്ക്. അവൻ അവന്റെ കൈ പിനാക്കിയോയുടെ തോളിലിട്ടു. പറഞ്ഞതൊക്കെയല്ലേ, നിനക്കേതാ അറിയണമെങ്കിൽ മേലാള് വന്ന് അറിഞ്ഞോ. അങ്ങനെയാ? നിനക്കേതാ സംശയമാണെങ്കിൽ ഞാൻ നിനക്ക് പത്രം എഴുതി തരാം. ശരിക്കും നീ എവിടെ നിന്ന് വാങ്ങണം? നിന്റെ വായ മൂട് മോറോൺ. അവ പറയണതൊന്നും മനസ്സിലാക്കാതെ പിണയ്ക്കോ. നീയെ അവിടെ നിന്ന് നേരിൽ നോക്കിക്കോ. എന്നിട്ട് ജെമിനി പറഞ്ഞു, പിന്നക്കോ, അങ്ങക്ക് അവൻ എന്ത് സംസാരിക്കാൻ അറിഞ്ഞൂടാ. ആ സൂത്രക്കാരനായ കുറുക്കൻ ജെമിനി ചീവിടിനെ തന്റെ കൈകൊണ്ട് തട്ടിക്കളഞ്ഞു. പിണയ്ക്കോ, അവ പറയണത് മനസ്സിലാക്കാതെ. ശരി, നമ്മ ഇപ്പൊ മേലാൽ പോവാം. എന്നിട്ട് അവർ പോയി. നില്ല് പിന്നക്കോ, അവിടെ പോവതേ. പക്ഷേ പിനോക്കിയോയും കുറുക്കനും പൂച്ചയും അവൻ പറയുന്നത് കേട്ടില്ല. അപ്പോഴേക്കും അവർ മേളക്കുള്ളിലെത്തി. അവിടെ ഒരു സ്റ്റേജിൽ വളരെ ആവേശത്തോടെ ഒരു പാവക്കളി നടക്കുന്നുണ്ടായിരുന്നു. ഞാനും അതേപോലെ പാവയാണ്. ഞാനും ആട്ടം കളിക്കും. പിനാക്കിയോ സ്റ്റേജിന്റെ മുന്നിലേക്ക് കയറി മറ്റു പാവകളോടൊപ്പം നൃത്തം ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ആളുകൾ ആർപ്പു വിളിക്കാൻ തുടങ്ങി.
ആ പാവക്കുട്ടിയെ നോക്കിയേ, അതിന് നൂലില്ല. നൂലില്ലേ? കൊള്ളാലോ. എല്ലാവരും ആഹ്ലാദിച്ചു. അവർ സ്റ്റേജിലേക്ക് നാണയങ്ങൾ എറിഞ്ഞു. നാണയങ്ങൾ സ്റ്റേജിലേക്ക് വീഴുന്നത് കണ്ട് സ്ട്രാംബോളി എന്ന മേള നടത്തിപ്പുകാരൻ അവിടേക്ക് കടന്നു വന്നു. അത്യാഗ്രഹിയും വളരെ ദുഷ്ടനുമായ ഒരു നാടോടിയായിരുന്നു അയാൾ. ഇപ്പൊ ശരി. അയാൾ താടിയിൽ തടവി. ഈ കയറില്ലാത്ത ചെറിയ മരപ്പാവയെ പണക്കാരനാട്ടാക്കും. ഉടനെ അയാൾ പിനാക്കിയോയെ വേഗത്തിൽ ബലമായി പിടിച്ച് കൂട്ടിലേക്ക് അടച്ചു. ഹേയ്, എന്നെ വിട്, ഇല്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛനെ വിളിച്ച് നിനക്ക് പാഠം കത്തി തരാൻ പറയും. നീ വിചാരിക്കണോ ഞാൻ പ്രാന്താണോന്ന്? ചെറിയ കൊച്ചേ, നിന്നാളെ എത്ര പറ്റുമോ അത്രയ്ക്ക് ശബ്ദം ഇട്ടു. പക്ഷെ ഞാൻ നിന്നെ വിടയില്ല. ഞാൻ കാത്തിരുന്ന ദിവസം ഇന്ന് വന്നു. നിന്നാലെ മാത്രമേ എന്നെ പണക്കാരനായിട്ട് ആളെ മാറ്റാൻ പറ്റുള്ളൂ. സ്ട്രോംബോളി പോയ ശേഷം പിനാക്കിയോ സഹായത്തിനായി നിലവിളിച്ചു. ആരും കേട്ടില്ല. പക്ഷേ ജെമിനി ചീവീട് പിനാക്കിയോയുടെ വിളി കേട്ടു. ഓ, ഞാൻ ഇവിടെ മാറ്റി. ഇത് എങ്ങനെ എനിക്ക് സംഭവിച്ചേ? ഓ, ഇതെന്തെന്ന് വെച്ചാ നീ എന്റെ വാക്കിന് വില കൊടുത്തില്ല പിനാക്കിയോ. കരയാതെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇവിടെ നിന്ന് പോവാൻ പിനാക്കിയോ. പെട്ടെന്ന് ശുക്, അതാ നീലമാലാക. ദയവ് ചെയ്ത് നീ എനിക്ക് സഹായിക്കാൻ പറ്റുമോ? നീ എന്നോട് പറ, നീ എങ്ങനെയാണ് ഈ കൂട്ടിനുള്ളിലെത്തിയതെന്ന്. മാലാകയോട് നടന്നതിനെ പറ്റി കള്ളം പറയാമെന്നവൻ തീരുമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ തട്ടിയിട്ട് പോയി. സത്യം തന്നെയാണോ ഇത്? അവൾ സംശയത്തോടെ പറഞ്ഞു. പിനാക്കിയോയുടെ മൂക്ക് വളരാൻ തുടങ്ങി. എന്നെ തട്ടിയിട്ട് പോയി. 2 പേര്, ഇല്ല 4 പേര്. മൂക്ക് വീണ്ടും വളർന്നു. എന്റെ പുസ്തകങ്ങളെടുത്ത് அவங்க ഇവിടെ വരാൻ വച്ചു. പിന്നീട് എന്നെ ഈ ഗൂണിൽ അടച്ചിട്ട്. അവന്റെ മൂക്ക് വീണ്ടും വീണ്ടും നീളം വെച്ചു. അപ്പോഴേക്കും അവന് മുന്നിലുള്ളതൊന്നും കാണാതായി. ഒരു വലിയ മൂക്ക് മാത്രമല്ലാതെ കിളികൾ അതിൽ കൂടുവെക്കാനും തുടങ്ങി. എന്ത് എന്റെ മൂക്ക് ഇത്ര വലുതായ? പിനോക്കിയോ, സത്യം എന്താണെന്ന് നിനക്ക് തന്നെ അറിയാം. അങ്ങനെയാണ് ഇരിക്കാൻ. എനിക്ക് മേലാക്ക് വരണം പോലെയായിരുന്നു. ഞാൻ കുറുക്കനും പൂച്ചയോടെ ആയിരുന്നു വന്നത്. മൂക്ക് ചെറുതായി കൂട് താഴെ വീഴുകയും ചെയ്തു. പിന്നീട് ആരോ എന്നെ ഈ കൂണിൽ അടച്ചിട്ട്. മൂക്ക് പഴയതുപോലെയായി. ശരി, ഇനി ഇവിടെ നിന്ന് നിന്നെ ഞാൻ പുറത്തിറക്കാം. അവൾ മാന്ത്രിക വടി ചുവച്ചിയപ്പോഴേക്കും അവൻ കൂടിന് പുറത്തേക്ക് വന്നു. ഇതാ നിന്റെ പുസ്തകങ്ങൾ. നീ ഒന്നറിഞ്ഞോ, ഇനി മുതൽ നീയായിരിക്കണം. അടുത്ത തവണ മുതൽ നീ നല്ല കാര്യങ്ങളെ ചെയ്യാവൂ. ആ സംസാരത്തിന് ശേഷം ആ നീലമാലാക അപ്രത്യക്ഷമായി. പിനാക്കിയോ സ്കൂളിലേക്കുള്ള വഴിയിലെത്തി. ഭംഗിയുള്ള വെള്ള കുതിരയെ തെളിയിച്ച കുതിരക്കാരനെ കണ്ടു. അവന്റെ കുതിരവണ്ടിയിൽ പ്ലഷർ ഐലൻഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഭംഗിയുള്ള പരസ്യമുണ്ടായിരുന്നു. ഹേ കൊച്ചേ, വണ്ടിയിൽ പോവാമോ? കുഴപ്പമില്ല, ഞാൻ സ്കൂളിൽ പോണ്. എന്റെ കൂടെ വാ, പെട്ടെന്ന് പോവാം. മതി, എനിക്ക് ഇപ്പവേ സ്കൂളിൽ പോണം. പിനാക്കിയോ കുതിരവണ്ടിയിൽ കയറിയപ്പോൾ കുതിരക്കാരൻ പറഞ്ഞു, പറയ് കൊച്ചേ, എന്ത് കൊച്ചുങ്ങളെല്ലാരും സ്കൂളിൽ പോവാൻ ആശപ്പെടുന്നു? നമ്മ പഠിച്ച് വളരാനും പിന്നെ നമ്മ വിചാരിച്ച കാര്യം സാധിക്കാനും. ശരി, ഇപ്പൊ ഞാൻ പറയണേ, നീ വിചാരിച്ച കാര്യങ്ങൾ ഇപ്പവേ നടക്കും. അങ്ങനെ നടന്നെങ്കിൽ എങ്ങനെയിരിക്കും? ഇപ്പോഴാ? ശരി, നീ വിചാരിച്ചു നോക്ക്. ബുക്സേയും സ്കൂളിലെയും വീശിയേരി. ഈ സമയത്ത് നിനക്ക് പിടിച്ച എല്ലാ സ്വീറ്റ്സും കഴിക്കാൻ കിട്ടിയ എങ്ങനെയിരിക്കും? എല്ലാ സ്വീറ്റ്സുമാ? ഊവ്, ഐസ്ക്രീമും എല്ലാ രുചി കളന്ന സ്വീറ്റ്സും. ഇത് എല്ലാമേ പ്ലഷർ ഐലാൻഡിൽ കിട്ടും. പ്ലഷർ ഐലാൻഡ്? നിന്നെപ്പോലെ കൊച്ചുങ്ങൾക്ക് അത് നല്ല സ്ഥലം. അവൻ പറയണത് മനസ്സിലാക്കാതെ പിനാക്കിയോ. എന്ത് താമസിക്കണേ? വാ, പ്ലഷർ ഐലാൻഡിൽ എങ്ങനെ ഇരിക്കണം നോക്കാം. നീ എന്തൊരു പറയണേ? വാ പോവാം, ഞാൻ പ്ലഷർ ഐലാൻഡ് പോണ്. ഓ, പിന്നീടുമോ? കുറച്ചു നേരത്തിന് ശേഷം വണ്ടി നിന്നു. ചുറ്റും നോക്കിയപ്പോൾ പിനാക്കിയോക്ക് വളരെ സന്തോഷമായി. കുതിരക്കാരൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. കുന്നോളം മിഠായികൾ എല്ലായിടത്തും, എല്ലാ രുചിയിലുള്ള പലതരം ഐസ്ക്രീമുകളും. അവനെ പോലെയുള്ള ആൺകുട്ടികളൊക്കെ അതൊക്കെ കഴിച്ച് കളിച്ചു രസിക്കുന്നുണ്ടായിരുന്നു. ആർക്കും ഒരു പണിയെടുക്കണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ എന്തോ പന്തികേട് തോന്നി. അവൻ ജെമിനി ചീവിനോട് ചോദിച്ചു,
എവിടെ മറ്റേ കൊച്ചുങ്ങൾ പോയത്? ഇവിടെ ഞാൻ കഴുതകളാണെന്ന് നോക്കണേ. മുന്നേ ഈ സ്ഥലത്തിൽ ഞാൻ കുറച്ച് കുട്ടികളെ കണ്ടു. പെട്ടെന്ന് പിനാക്കിയോയുടെ ഒരു ചെവി കഴുതയുടേതുപോലെ ആയി. ഉടനെ അടുത്ത ചെവിയും അതുപോലെ കഴുതയുടെ ചെവിയായി മാറി. ഓ, നിനക്ക് എന്തിങ്ങനെ സംഭവിക്കണേ? എനിക്കറിഞ്ഞൂടാ. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. കൊച്ചുങ്ങളെല്ലാരെയും കഴുതകളായിട്ട് മാറാൻ വെച്ച് ഇപ്പൊ ആ കഴുതകളെ വിൽക്കണം. പിന്നാക്കിയോ, നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തിരിക്കണം. നമുക്കിത് തീർച്ചയായിട്ടും പറ്റും. നമുക്ക് പോവാം. ഓട് പെട്ടെന്ന്. പ്ലഷർ ഐലൻഡിൽ നിന്ന് അവർ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അവർ കപ്പൽ തുരയിലെത്തി. അവിടെയുള്ള ഒരാളോട് പിനാക്കിയോ ചോദിച്ചു, സർ, ഞാൻ വയസ്സാന അയലെ തേടിയിട്ടിരിക്കുന്നു. അവരുടെ പേര് ജെപ്പേട്ടോ. നിങ്ങൾക്ക് അവരെ അറിയാമോ? അറിയാം. കാലത്ത് அவங்க മോയെ കാണാൻ പോയിരുന്ന് തേടിയിട്ടിരുന്നു. ആ മനുഷ്യൻ ആ കൊച്ചു തേടിയിട്ടിരുന്ന് പിന്നീട് ആ മനുഷ്യനെ കാണാറില്ല. അയ്യോ ഇല്ല, ഇത് അത്രയും എന്റെ തെറ്റ്. ഞാൻ എന്റെ അച്ഛനെ നോക്കണം. അച്ഛാ, നിങ്ങൾ കണ്ടിപ്പോ ഞാൻ കണ്ടുപിടിക്കും. പിനാക്കിയോ കപ്പൽ തുരയിൽ നിന്ന് കടലിലേക്ക് ചാടി. ചീവീടും കൂടെ ചാടി. തൊട്ടുപിറകെ തന്നെ. പിനാക്കിയോ ഉണ്ടാക്കിയത് തടി കൊണ്ടായിരുന്നത് കൊണ്ട് അവൻ കടലിൽ പൊങ്ങിക്കിടന്നു. പെട്ടെന്ന് എന്തോ ഒന്ന് അവരുടെ അടുത്തേക്ക് വന്നു. വേഗത്തിൽ വലിയ എന്തോ ഒന്ന്. ആ നിമിഷം ഒരു വലിയ തിമിംഗലം അവരുടെ മേലേക്ക് വന്നു. അതതിന്റെ വലിയ വായ തുറന്ന് പിനാക്കിയോയെയും ചീവീടിനെയും ഒറ്റയടിക്കു വീങ്ങി. അങ്ങനെ അവർ തിമിംഗലത്തിന്റെ ഇരുണ്ട വയറ്റിലെത്തി. നീ ശരിയായിട്ടിരിക്കുന്നോ? പിനാക്കിയോ ചീവീടിനോട് പറഞ്ഞു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഒരു മിനിറ്റ്. അച്ഛാ, അത് നിങ്ങളാണോ? അച്ഛാ, അച്ഛാ, ഞാനാണ് പിനാക്കിയോ. പെനോക്കിയോ, എന്റെ മോനെ, ഞാൻ വിചാരിച്ച സ്വപ്നമാണ് കാണണ. അവർ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തെ ഒറ്റക്കാക്കി പോയതിന് അവൻ ക്ഷമ ചോദിച്ചു. പിനാക്കിയോയെ തിരിച്ചു കിട്ടിയതിൽ ജിപ്പാറ്റോക്ക് വളരെ സന്തോഷമായി. അച്ഛാ, എന്നെ ക്ഷമിക്കൂ അച്ഛാ. എന്റെ തെറ്റ് ഞാൻ പഠിച്ചു അച്ഛാ. നിങ്ങളെ വിട്ട് ഞാൻ എവിടെയും പോവില്ല അച്ഛാ. നമ്മ ഇവിടെ നിന്ന് വെളിയിൽ പോണം. എന്റെ അടുത്ത് ഒരു യോസന ഇരിക്കണ്. ഇവിടെ തീ ഉണ്ടാക്കിയ നമ്മ ഇവിടെ നിന്ന് എല്ലാരും തിരിക്കാം. തിമ്മികലം അബദ്ധത്തിൽ വീങ്ങിയ ഒഴുകി നടന്ന തടി അവർ കണ്ടെത്തി. അതിൽ തീയുമുണ്ടായിരുന്നു. ഇങ്ങനെയാണ് തിമിംഗലത്തിന് തുമ്മ വയ്ക്കാൻ പറ്റുമല്ലോ. പിനാക്കിയോ ആ തീയുടെ മേലെ കൈവീശി കൂടുതൽ പുക ഉണ്ടാക്കാൻ. ഉടനെ കറുത്ത പുകപടലം ഉയരാൻ തുടങ്ങി. തിമ്മിങ്കലം ഒന്ന് ചുമച്ചു. എന്നിട്ട് ഹച്ച്! ഒരു വലിയ തുമ്മലിൽ പിനാക്കിയോയും ജിപ്പാറ്റോയും ചീവീടും മൂക്കിലൂടെ തെറിച്ച് പുറത്തേക്ക് വന്നു വീണു. അവസാനം അവർ കടൽ വെള്ളത്തിലൂടെ ഉരുണ്ട് തീരത്തേക്ക് എത്തിച്ചേർന്നു. ഉടനെ തന്നെ ഒരു വെളിച്ചം, നീലമാലാക അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. പിനോക്കിയോ, നീ നിന്റെ അച്ഛനെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വഴികാട്ടിയുടെ വാക്കുകൾ കേട്ട് നീ നല്ല തീരുമാനങ്ങൾ എടുത്തു. നീ ബുദ്ധിശാലിയും സത്യസന്ധനുമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഇനി മുതൽ നീ ശരിക്കുള്ളൊരു ബാലകനാണ്. നീലമാലാക മാന്ത്രിക വടി കൊണ്ട് അവന്റെ തലയിൽ ഒന്ന് തൊട്ടു. പിനാക്കിയോ അവന്റെ മൃദുലമായ കൈകളും കാലുകളും നോക്കി. നീലമാലാക ചീവീടിനെ നേരെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ അവന്റെ ജോലി കഴിഞ്ഞു എന്ന്. നൊടിയിടയിൽ രണ്ടുപേരും അപ്രത്യക്ഷരായി. അങ്ങനെ പിനാക്കിയോയും ജിപ്പാറ്റോയും പിന്നീടുള്ള കാലം സുഖമായി ജീവിച്ചു. ശുഭം. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment.